വികാരഭരിതരാക്കാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ഓർക്കുക, സുവിശേഷത്തെ ഓർക്കുക എന്നതാണ് ഇവിടെ കർത്താവ് സഭയോട് പറയുന്നത്. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. എന്തെങ്കിലും വിശദീകരണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. അടുത്തത് കർത്താവ് പറയുന്നത് എന്താണ്? റിപ്പന്റ്. റിപ്പന്റ്, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. ഇറ്റ് ഈസ് ആൻ എയോറിസ്റ്റ് ഇംപറേറ്റീവ് യൂസേജ്. എയോറിസ്റ്റ്, ദാറ്റ് മീൻസ് എ കംപ്ലീറ്റഡ്, എ പെർഫെക്റ്റ് വൺ. അപ്പോൾ നേരത്തെ റിമെമ്പർ എന്ന് പറഞ്ഞതും മൂന്നാം വാക്യത്തിൽ ഓർത്ത് അല്ലെങ്കിൽ ഓർക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രസന്റ് ഇംപറേറ്റീവ് ആണ്. ഒരു വർത്തമാനകാല അല്ലെങ്കിൽ ഓർത്തുകൊണ്ടേയിരിക്കുക എന്ന നിലയിൽ ഉള്ള ഒരു കൽപ്പന. ഇവിടെ റിപ്പന്റ് എന്ന് പറയുന്നത് എയോറിസ്റ്റ് ഇംപറേറ്റീവ് ആണ്, പൂർണ്ണമായുള്ള ഒരു കൽപ്പന. എന്ന് പറഞ്ഞാൽ it describes a definite action done. സ്തോത്രം. A particular moment in life to end the old way and to begin on the new. മാനസാന്തരം ആക്ച്വലി ഒരു പ്രോസസ് അല്ല. മാനസാന്തരം നമ്മിൽ ആവർത്തിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ പ്രവൃത്തി പെട്ടെന്നാണ്. പഴയതിന് അവസാനം കുറിച്ച് പുതിയത് തുടങ്ങുക. മാനസാന്തരം എന്ന് പറയുന്നത്, സ്തോത്രം, പഴയതിന് അവസാനം കുറിച്ച് പുതിയത് തുടങ്ങുക. അത് കുറെ നാളുകൊണ്ട് ഇങ്ങനെ ഇച്ചിരിച്ചേ കൊന്ന് ഒടുവിൽ ചത്ത് കളയുന്നതല്ല. സ്തോത്രം. പെട്ടെന്ന് അത് നമ്മിൽ സംഭവിക്കുന്നു. ആ മാനസാന്തരം പൂർണ്ണമാണ്, പൂർണ്ണമായി. സ്തോത്രം. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളത് പോലെ ഒരു 180 ഡിഗ്രി ടേണിങ്, പീച്ചെ മോഡ്, about 10, പുറകോട്ട് തിരിയുക, 180 ഡിഗ്രി തിരിഞ്ഞു വരിക. സ്തോത്രം. ഇച്ചിരിച്ചേ തിരിയുകയല്ല. ഇറ്റ്സ് ടേണിങ് ഓൾ ഓഫ് എ സഡൻ. പെട്ടെന്ന് തിരിഞ്ഞ് വിടുക. മാനസാന്തരത്തിന്റെ മറ്റർത്ഥങ്ങളൊക്കെ നമ്മൾ പല ആവർത്തി പഠിച്ചത് കൊണ്ട് ഞാൻ അവിടെ നിൽക്കണ്ടല്ലോ. മാനസാന്തരത്തിന്റെ അർത്ഥം നമ്മൾ ഇതിനോടകം തന്നെ 2-ാം അധ്യായത്തിൽ നിന്നും പല പ്രാവശ്യം പഠിച്ചു. അതുകൊണ്ട് മാനസാന്തരത്തെക്കുറിച്ച് ഇത്രയേ പറയുന്നുള്ളൂ. കർത്താവ് സർദീസിലെ സഭയോട് പറയുകയാണ്, മാനസാന്തരപ്പെടുക. സർദീസിലെ സഭയുമായി ബന്ധപ്പെട്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായ ഉടുപ്പിനെ നിർമ്മലീകരിക്കുക. ചാവാറായി കിടക്കുന്ന ആത്മീയ മരണാവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിക്കുക. സ്തോത്രം. ആത്മീയ മൃതാവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിക്കുക. പ്രൈസ് ഗാഡ്. ഇതാണ് സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ മാനസാന്തരപ്പെടുക എന്നതിൻ്റെ അർത്ഥം. കൂടുതൽ അതേപ്പറ്റി വിശദീകരണം വേണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. സ്തോത്രം. അതുകൊണ്ട് 4-ാമത്തെ കൽപ്പനയിലേക്ക് വരുന്നു. എന്താ കർത്താവ് പറയുന്നത്? 4-ാമതായിട്ട്, keep on or hold fast what you have heard. That means hold fast the commandments and the promises you heard from the gospel. സുവിശേഷത്തിൽ നിന്നും നീ കേട്ട കൽപ്പനകളെയും വാഗ്ദത്തങ്ങളെയും
കാത്തുകൊള്ളുക, സൂക്ഷിച്ചുകൊള്ളുക. സ്തോത്രം. ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹേർഡ് ഇൻ ദ ഗോസ്പൽ. സ്തോത്രം. സുവിശേഷത്തിൽ സ്തോത്രം കൽപ്പനയുണ്ട്. സുവിശേഷത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളത്. The commandment containing in the gospel is to repent. Repent. സുവിശേഷ സന്ദേശത്തിലെ കൽപ്പനയാണ് ബിലീവ് ആൻഡ് റിപ്പന്റ്. വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. സ്തോത്രം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നു, ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹേർഡ്. സുവിശേഷത്തിൽ നിങ്ങൾ കേട്ടത് മുറുകെ പിടിച്ചുകൊള്ളുക, മുറുകെ പിടിച്ചുകൊള്ളുക. അതിൽ കേട്ട കൽപ്പന മാനസാന്തരപ്പെടുക എന്നും ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുമാണ്. അപ്പോൾ സുവിശേഷ സന്ദേശം ആഹ്വാനം ചെയ്യുന്ന കൽപ്പനയാണ് ഇത് രണ്ടും. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക, യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. സ്തോത്രം. എന്നിട്ട് മാനസാന്തരപ്പെടുക. സ്തോത്രം. അപ്പൊ കർത്താവ് ഇവിടെ പറയുകയാണ്, ആ സുവിശേഷത്തിന്റെ കൽപ്പനയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. മറ്റൊന്ന്, സുവിശേഷത്തിൽ കൽപ്പന മാത്രമല്ല, വാഗ്ദത്തവുമുണ്ട്. സ്തോത്രം. കൊലോസ്യ ലേഖനം 1:3 നമുക്കൊന്നും കൂടെ വായിക്കാം. പണ്ട് വായിച്ചിട്ടുണ്ട്. കൊലോഷ്യൻസ് 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ. ആ സെന്റൻസ് തീർന്നില്ലെങ്കിലും നാം 3-ാം വാക്യം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ പണ്ട് ചിന്തിച്ചിട്ടുള്ളതുപോലെ പൗലോസിന്റെ വാചകങ്ങൾക്ക് കുത്തും കോമായി ഒന്നുമില്ല. അതാരെങ്കിലും കേൾക്കുന്നവർ വേണമെങ്കിൽ കിട്ടണം. സ്തോത്രം. അതുകൊണ്ടാ ചിലരൊക്കെ പറയുന്നത് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് ഇത്രയും പഠിത്തമുള്ള മനുഷ്യൻ എഴുതിയതൊന്നും അല്ലെന്നത്. കാരണം അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ പറയാനും എഴുതാനും തുടങ്ങിയാൽ പിന്നെ ഗ്രാമറും ഘടനയും സാഹിത്യവും ഒന്നും നോക്കത്തില്ലായിരുന്നു. അങ്ങനെ അങ്ങ് പോവും. സ്തോത്രം. അനുസ്യൂതം ഒഴുകുമായിരുന്നു തൻ്റെ ചിന്തകൾ. സ്തോത്രം. ഓക്കെ, ഇവിടെ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു എന്താണ്? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് എന്തോ കേട്ടിട്ടുണ്ട്. എന്തിനെ കുറിച്ചാ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ കേട്ടത്? നിങ്ങൾ ഒന്ന് കൂടെ വന്നാട്ടെ. What have you heard in the message of the gospel? Commandments and the promises. Yeah, what promises? Here in this verse number 3. ഇവിടെ 3-ാം വാക്യത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പൗലോസ്. The hope which is laid up for you in heaven. The hope that is laid up for us in heaven. സുവിശേഷത്തിലെ കൽപ്പന യേശുവിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക എന്നതാണെങ്കിൽ, സുവിശേഷത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പ്രോമിസ്, വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താ? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയാണ്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയുടെ സത്യവചനം. ഇപ്പൊ സുവിശേഷത്തിനകത്ത് കൽപ്പനയുണ്ട്, വാഗ്ദത്തമുണ്ട്. കൽപ്പന മാനസാന്തരപ്പെടുക, യേശുവിൽ വിശ്വസിക്കുക. വാഗ്ദത്തമോ
സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന അവകാശത്തിന്റെ പ്രത്യാശയുടെ വാഗ്ദത്തം. സ്തോത്രം. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? പിന്മാറ്റക്കാരാകാതിരിപ്പാൻ ആ കേട്ട വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായ ലേഖനകർത്താവും ഏതാണ്ട് അതുപോലെ തന്നെ പറയുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 10, എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്. സ്തോത്രം. 32 തൊട്ട് വായിച്ചോളൂ. 32 ഫോളോയിങ്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ നിൽക്കണേ. ഇവിടെയും സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ പറയുകയാണ്, നിങ്ങളുടെ പൂർവകാലം ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾ വിശ്വസിച്ച ആദ്യ സമയത്തെക്കുറിച്ച് ഓർത്തുകൊള്ളുവീൻ. ഇനിയും ബാക്കി വായിച്ചോ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കണ്ടോ, അവിടെയും നാം കാണുന്നു മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. സ്തോത്രം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. ഹോൾഡ് ഓൺ, ഹോൾഡ് ഫാസ്റ്റ് the confidence that we got from the gospel message. സുവിശേഷത്തിൽ നിന്നും നമ്മൾ കേട്ടു, ക്രിസ്തു മരിച്ചതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു അവകാശമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ. സ്തോത്രം. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ. അത് മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. സ്തോത്രം. So here also we have a present imperative. Just as in the first case, we have here again a present imperative. ഒരു വർത്തമാനകാല കൽപ്പന, ആജ്ഞാരൂപം നമുക്കിവിടെയുമുണ്ട്. സ്തോത്രം. Never stop keeping the commandments of the gospel. Never stop rejoicing in the promises of the gospel. This is what the meaning of this particular commandment. മനസ്സിലായോ? നിങ്ങൾ കേട്ടത് കാത്തുകൊള്ളുക, നിങ്ങൾ കേട്ടത് കാത്തുകൊള്ളുക എന്ന് ഇവിടെ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾ കേട്ട കൽപ്പനകൾ അനുസരിക്കുന്നത് നിർത്തരുത്, അനുസരിച്ചുകൊണ്ടേയിരിക്കുക. 2, സുവിശേഷത്തിന്റെ കേൾവിയാൽ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളിൽ സന്തോഷിക്കുന്നതും പ്രത്യാശിക്കുന്നതും നിർത്തരുത്. സുവിശേഷത്തിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ, സ്തോത്രം, നിങ്ങൾ ഓർത്തുകൊണ്ട് അതിൽ സന്തോഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായല്ലോ? ഇതാണ്
കാത്തുകൊള്ളുക എന്ന് പറയുന്നത്. That means we should not be spasmodic Christians. ഉളുക്ക് ക്രിസ്ത്യാനികളായി നമ്മൾ തീരരുതെന്ന് ഒരു എഴുത്തുകാരന്റെ ഭാഷയാണ്. ഉളുക്കുള്ള ക്രിസ്ത്യാനികളായി, സ്പാസ്മോഡിക് ക്രിസ്ത്യൻസ് ആയി നമ്മൾ തീരരുത്. That means we should not become occasional Christians. വല്ലപ്പോഴുമൊക്കെ ക്രിസ്ത്യാനികളായി നാം ഇരിക്കരുത്. സ്തോത്രം. കേൾക്കാൻ പറ്റുന്നോ? കേൾക്കാം പാസ്റ്റർ, സ്റ്റക്കായി. മുടന്തൻ ക്രിസ്ത്യാനികളായി നാം തീരരുതത്രേ. മൊമെന്ററി ക്രിസ്ത്യൻസ് ചിലരുണ്ടല്ലോ, നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളത് പോലെ. ഓൺലി സൺഡേ ക്രിസ്ത്യൻസ്, ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ചിലരുണ്ട്. വേറെ ചിലർ ഫെസ്റ്റിവൽ ക്രിസ്ത്യൻസ് ആണ്. മറ്റു ചിലർ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ ചിലര് വാച്ച് നൈറ്റ് ക്രിസ്ത്യൻസ്. ചിലർ ഞായറാഴ്ച മാത്രം. എത്ര അവസരങ്ങൾ ലഭിച്ചാലും മറ്റും യോഗങ്ങളിലൊന്നും സംബന്ധിക്കത്തില്ല. അവർക്ക് വേണ്ട, ഞായറാഴ്ചത്തെ ഒരു ഹാജരടിയിൽ മാത്രം മതി. മറ്റൊരു കൂട്ടര് ഉത്സവകാലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഉത്സവ ക്രിസ്ത്യാനികളാണ് അവർ, ആഘോഷ ക്രിസ്ത്യാനികളാണ്. മൂന്നാമതൊരു കൂട്ടർ കൂടുതലും നമ്മുടെ ഇടയിലാണ്, ആണ്ടർതി ക്രിസ്ത്യാനികളാണ്. വർഷത്തിൽ ആ ഒരൊറ്റ ദിവസമേ പോകും, ആണ്ടർതിക്ക് പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും ആകരുത്. പകരം കർത്താവ് പറയുകയാണ്, ഹോൾഡ് ഓൺ, കീപ് ഓൺ ഒബേയിങ് ദ കമാൻഡ്മെന്റ്സ് ഓഫ് ദ ഗോസ്പൽ and keep on rejoicing in the hope and promise of the gospel. സ്തോത്രം. ഇതാണ് കർത്താവ് സർദീസിലെ സഭയോട് പറയുന്ന 5 കൽപ്പനകൾ. ഏറ്റവും ഒടുവിലത്തേത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളതാ. അതിനെപ്പറ്റും നമ്മൾ നേരത്തെ ചിന്തിച്ചത് കൊണ്ട് ആവർത്തിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും വ്യക്തമാണോ? വേറെന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ചോദിച്ചാട്ടെ. ഈ 5 കൽപ്പനകൾ, ഉപദേശങ്ങൾ കർത്താവ് സർദീസിലെ സഭയ്ക്ക് നൽകിയത് മനസ്സിലായല്ലോ. ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നീ പ്രാപിച്ചതും കേട്ടതും എങ്ങനെയെന്ന് ഓർക്കുക, മാനസാന്തരപ്പെടുക, നീ പണ്ട് കേട്ടത് കാത്തുകൊള്ളുക. പിന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഡിസേൺമെന്റ്. അതും നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഈ 6 കാര്യങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ സ്വാഗതം.
ഒന്നും ഇല്ല എന്ന് കരുതുന്നു. എങ്കിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറയാം. അതായത് Paul commands us a fourfold approach to the gospel. Paul's fourfold counsel regarding the gospel. സുവിശേഷത്തെ സംബന്ധിച്ച് 4 കൽപ്പനകൾ പൗലോസ് തിമോഥെയോസിന് കൊടുക്കുന്നതും കൂടെ വിശദമാക്കാതെ ഒന്ന് പറഞ്ഞു വിടാം. 2 തിമോഥെയോസിലാണ് പൗലോസ് ഈ 4 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഓരോ അധ്യായത്തിലും ഓരോ കാര്യങ്ങൾ. So fourfold commandment of Paul the Apostle in regard with the gospel. First of all, Paul says, guard the gospel. സുവിശേഷത്തെ, ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഉപനിധിയായ ദൈവത്തിന്റെ സുവിശേഷത്തെ നാം സൂക്ഷിച്ചുകൊള്ളുക. 1:14 വാക്യം. 1:14. 2 തിമോഥെയോസ് 1:14. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ അധിക നാളായിട്ടില്ല ഉപനിധിയെ സംബന്ധിച്ച് പഠിച്ചിട്ട്, അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. 12-ാം വാക്യത്തിൽ നമ്മുടെ ഉപനിധിയെ പറ്റി പറയുന്നു. 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ഉപനിധിയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഉപനിധി സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നാം ചെയ്യുവാൻ പൗലോസ് പറയുന്നു. അതിൽ ഒന്നാമത്തേതാണ് 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇതെല്ലാം പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നിന്നുമാണ്. അതിൽ 1:14 നാം കാണുന്നു, ഈ ഉപനിധിയായ സുവിശേഷത്തെ സംരക്ഷിക്കണം. നാം അതിനെ സൂപ്പക്കലാണ്. അത് ക്രിസ്തു സഭയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സുവിശേഷം റിപ്പീറ്റ് ചെയ്ത സ്റ്റക്കായിരുന്നു. എവിടം വരെ കേട്ടായിരുന്നു? തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഓ, അത് ശരി. നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് സുവിശേഷവുമായി ബന്ധപ്പെട്ട് പൗലോസ് നമുക്ക് തരുന്ന 4 കൽപ്പനകളാണ്. ഇത് 4ഉം നമുക്ക് ലഭിക്കുന്നത് തിമോഥെയോസിനുള്ള 2-ാം ലേഖനത്തിൽ നിന്ന് മാത്രമേ. അതിൽ ആദ്യത്തേതാണ് നമ്മൾ വായിച്ചത്, 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കണ്ടു, ആ നല്ല ഉപനിധി നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. That means we have to defend the gospel. We have to defend the gospel. സുവിശേഷത്തെ നാം സംരക്ഷിക്കണം. സുവിശേഷത്തിനെതിരായിട്ട് ഉയരുന്ന ആക്രമണങ്ങളെ നാം ചെറുത്ത് തോൽപ്പിക്കണം. കൈകൊണ്ടല്ല, ആയുധബലം കൊണ്ടല്ല, കായികമായിട്ടല്ല. സ്തോത്രം. ആശയപരമായി.
സുവിശേഷത്തിന് യോജിക്കാത്തത്, സത്യസുവിശേഷത്തിന് യോജ്യമല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ, പഠിപ്പിച്ചാൽ അതിനെ ഖണ്ഡിക്കണം. സത്യസുവിശേഷത്തെ നാം സംരക്ഷിക്കണം. സ്തോത്രം. വ്യക്തമായല്ലോ. കേൾക്കുന്നോ? പറഞ്ഞത് കേട്ടില്ല പാസ്റ്റർ, സ്റ്റക്കായായിരുന്നു. അതാണ് ഒന്നാമത്തേത്. 2 തിമോത്തിയോസ് 1:14. രണ്ടാമത്തേത് നാം എന്ത് ചെയ്യണം? രണ്ടാമത്തേത് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 2-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. കഷ്ടം സഹിക്ക. സഫർ ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിനായി നാം കഷ്ടം സഹിക്കണം. സഫർ ഫോർ ദ ഗോസ്പൽ. 8-ാം വാക്യത്തിലുണ്ട്. 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് സുവിശേഷത്തിനായി നാം കഷ്ടം സഹിക്കുക. സഫർ ഫോർ ദ ഗോസ്പൽ. 3, കണ്ടിന്യൂ ഇൻ ദ ഗോസ്പൽ. 3-ന്റെ 13, 14, 15. 3:13-15. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. സുവിശേഷത്തിൽ നിലനിൽക്കുക. ദൈവവചനത്തിൽ നിലനിൽക്കുക. കണ്ടിന്യൂ ഇൻ. steadfastly continue in. നാലാമത്തേത് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 4:1-2. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. വചനം പ്രസംഗിക്ക. proclaim the gospel or propagate the gospel. അപ്പൊ 4 കാര്യങ്ങൾ പൗലോസ് പറയുന്നു. സൂക്ഷിക്കുക, സംരക്ഷിക്കുക. സഫർ ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക. 3, കണ്ടിന്യൂ steadfastly in the gospel. സുവിശേഷത്തിൽ, ദൈവവചനത്തിൽ നിലനിൽക്കുക. 4, propagate or proclaim the gospel. മറ്റുള്ളവരോട് വചനം പ്രസംഗിക്കുക. ഈ 4 കാര്യങ്ങൾ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നാം ചെയ്യണമെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വേറെയും പല കാര്യങ്ങളുണ്ട്, എന്നാൽ ഒരു കൂട്ടമായിട്ട് ഈ 4 നമ്മളിവിടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. സ്തോത്രം.
അതിൽ സുവിശേഷം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്നൊരു ചോദ്യം. ഞാനതിൽ ഉത്തരം തന്നിരുന്നു. ഡിഫെൻഡ് ദ ഗോസ്പൽ. സുവിശേഷം, സത്യസുവിശേഷത്തിന്റെ സംരക്ഷകരാവുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ വികലമായി ആരെങ്കിലും അവതരിപ്പിച്ചാൽ, സത്യവചനത്തിനും സുവിശേഷത്തിനും വിരുദ്ധമായ എന്തെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചാൽ അവയെ ഖണ്ഡിക്കുക. refute the heresies and defend the sound doctrine. പഥ്യ സുവിശേഷത്തെ നാം സംരക്ഷിക്കുക, ഡിഫെൻഡ് ചെയ്യുക, പ്രതിരോധിക്കുക. എങ്ങനെ? കായികമായിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു, വടിയും തടയും കൊണ്ടല്ല. പകരം എന്താണ് സത്യസുവിശേഷം എന്ന് മറ്റുള്ളവരോട് അറിയിച്ചുകൊണ്ട്, വ്യാജമായതിനെ ഖണ്ഡിച്ചുകൊണ്ട്. യോഹന്നാൻ ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരൊക്കെ എന്തിനാ സുവിശേഷ ഗ്രന്ഥങ്ങൾ നമുക്ക് എഴുതി തന്നത്? ഒട്ടുമുക്കാൽ ലേഖനങ്ങളും അപ്പോസ്തലന്മാർ എന്തുദ്ദേശത്തോടു കൂടിയാ എഴുതിയത്? ദുരുപദേശ ഖണ്ഡനം. ദുരുപദേശ ഖണ്ഡനം എന്ന് പറയുന്നതാണ് സതുപദേശ സംരക്ഷണം. ഇന്നും ധാരാളം സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ധാരാളം കാര്യങ്ങൾ പലരും പഠിപ്പിക്കുന്നു, പടച്ചുവിടുന്നു. ആൾക്കാർ ആകപ്പാടെ കൺഫ്യൂഷനില്ല, ആശയക്കുഴപ്പത്തില്ല, ഏതാണ് ശരി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സത്യസുവിശേഷത്തെ പ്രസംഗിക്കുക, യഥാർത്ഥ വചനത്തെ പ്രസംഗിക്കുക. ദുരുപദേശങ്ങളെ എവിടെ ഖണ്ഡിക്കാൻ പറ്റുമോ അവിടെ ഖണ്ഡിക്കാം. പഥ്യോപദേശത്തെ എവിടെ പ്രസ്താവിക്കാൻ പറ്റുമോ അവിടെ പ്രസ്താവിക്കാം. അപ്പോസ്തലന്മാരുടെ രീതി അതായിരുന്നു, അത് നമുക്കും പിൻപറ്റാം. അതിനൊരാളിനോട് വഴക്കിടാൻ പോകുകയോ ചൂടാവുകയോ അവരെ താഴ്ത്തിക്കെട്ടുകയോ ഒന്നും വേണ്ട. അവര് പറയുന്ന വാദമുഖങ്ങളെ ഖണ്ഡിക്കാൻ നമുക്ക്. അവരോട് പോയി ഖണ്ഡിക്കുന്നതിനേക്കാൾ കൂടുതൽ സഭയ്ക്ക് ശരിയായ ദിശാനിർദ്ദേശം നൽകുകയാണ് നാം ചെയ്യേണ്ടത്. അവരെ ഖണ്ഡിക്കാൻ പറ്റുമെങ്കിൽ ഖണ്ഡിക്കാം, കുഴപ്പമില്ല. അവരെ നേരിട്ട്. എന്നാൽ സുവിശേഷത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരുടെ അടിത്തറ ഇളകാതെ അവർ വിശ്വസിച്ചിരിക്കുന്നത് സത്യമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിശ്വാസത്തിൽ അവരെ നിലനിർത്തുക എന്നതാണ് അധികമായ കർത്തവ്യം. അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാണ്. തർക്കിക്കാനും വാദിക്കാനും പോയാൽ ചിലപ്പോൾ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകണമെന്നില്ല. പകരം സുവിശേഷം അറിയുന്ന സഭയെ പഥ്യോപദേശം ഉപദേശിച്ച് നിലനിർത്തുക, തെറ്റായതിനെ ഖണ്ഡിക്കുവാൻ അവരെ നമ്മൾ സജ്ജരാക്കുക. മനസ്സിലായോ? സ്തോത്രം. ചോദ്യത്തിന് ഉത്തരം തരികയായിരുന്നു ഞാന്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സർദീസിലെ സഭയോടുള്ള നമ്മുടെ കർത്താവിന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഉപദേശത്തെ ഒക്കെ സംരക്ഷിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും
സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. സ്തോത്രം. ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഇന്നത്തെയും ഈ വർഷത്തെയും ക്ലാസ് ഇവിടെ നിർത്താം.